IPL 2025 ആദ്യ സൂപ്പർ ഓവർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് ഞെട്ടിക്കുന്ന തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്. സൂപ്പർ ഓവറിലെ വിജയം ഡൽഹി ക്യാപിറ്റൽസ് ആഘോഷമാക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത് 188 റൺസാണ്. മറുപടി ബാറ്റിങ്ങിൽ അവസാന പന്ത് വരെ ശ്രമിച്ചിട്ടും 6 റൺസ് തന്നെ നേടാനേ രാജസ്ഥാന് സാധിച്ചുള്ളൂ. ഏകദേശം രാജസ്ഥാൻ ജയിക്കേണ്ടിയിരുന്ന മത്സരത്തിൽ നിന്നാണ് വഴുതി വീണ് തോൽവി അറിഞ്ഞിരിക്കുന്നത്. ഡൽഹി ബാറ്റിങ്ങിൽ അഭിഷേക് പോറലും KL രാഹുലും സ്റ്റബ്സും അക്സർ പട്ടേലും ചേർന്നാണ് ടീമിന് മികച്ച ടോട്ടൽ സമ്മാനിച്ചത്. രാജസ്ഥാൻ ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും മിസ്ഫീൽഡുകൾ അടക്കം രാജസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായതും മത്സരത്തിൽ ഏറെ വെല്ലുവിളിയായി. മികച്ച രീതിയിൽ ബോളർ ചെയ്യാൻ രാജസ്ഥാൻ താരങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ഫീൽഡേഴ്സ് മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യാതിരുന്നത് മത്സരത്തിൽ ഏറെ വെല്ലുവിളിയായി. മറുപടി ബാറ്റിങ്ങിലും ഡൽഹിയും കുറെ ക്യാച്ചൊക്കെ വിട്ടെങ്കിലും അവസാന ഓവറുകളിലേക്ക് മത്സരം തിരിച്ചു പിടിപ്പിച്ചതും അതേ മികച്ച ഫീൽഡിംഗ് തന്നെ. ജയ്സ്വാളും സാംസണും മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. സഞ്ജു സാംസൺ റിട്ടയർഡ് ഔട്ടായ മത്സരത്തിൽ ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടി. നിതീഷ് റാണയും 51 റൺസാണ് നേടിയത്. എന്നാൽ ജുറലും ഹെഡ്മയറും ചേർന്ന് അവസാന ഓവറിൽ ക്രീസിലുണ്ടായിരുന്നെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് രാജസ്ഥാന് നേരെ ഉയരുന്നത്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും 9 റൺസ് മാത്രമാണ്. ബൗൾ ചെയ്യാനെത്തിയത് മിച്ചൽ സ്റ്റാർക്കും. ആദ്യ പന്ത് സിംഗിൾ, രണ്ടാം പന്ത് സിംഗിൾ, അങ്ങനെ 4 പന്തിൽ 7 റൺസാണ് വേണ്ടിയിരുന്നത്. ടീമിൻ്റെ ഏറ്റവും മികച്ച ഫിനിഷർമാർ ക്രീസിലുണ്ടായിട്ടും 3 പന്തിൽ 5 റൺസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അവസാന 2 പന്തിൽ 3 റൺസ്, അവസാന 1 പന്തിൽ 2 റൺ, ആ പന്തിൽ റണ്ണൌട്ടായി ധ്രുവ് ജുറൽ. അങ്ങനെ ആ ഓവറിൽ സ്റ്റാർക്ക് വഴങ്ങിയതാകട്ടെ 8 റൺസ് മാത്രമാണ്. സൂപ്പർ ഓവറിലും സമാനമായ സാഹചര്യമാണ് സംഭവിച്ചത്. മത്സരത്തിൽ ഏറെ വെല്ലുവിളിയായതും ഇതേ സൂപ്പർ ഓവർ തന്നെ. രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ കൂപ്പുകുത്തുന്ന കാഴ്ച കണ്ടപ്പോൾ പോയിന്റ് പട്ടികയിൽ ഏറെ മുന്നിലേക്ക് ഡൽഹി ക്യാപിറ്റൽസും നടന്നു നീങ്ങി. രാജസ്ഥാന് വരുന്ന മത്സരങ്ങളെല്ലാം അത് നിർണായകവുമാണ്.